ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ആഭ്യന്തര കർമ്മി ആത്മീയതയുടെ 215 സെഷനാണല്ലോ ഇത്. 6-ാം സ്ഥാനത്തെ കുറിച്ചുള്ള 55-ാമത്തെ വിചിന്തനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. 6-ാം സ്ഥാനത്തെ കുറിച്ചുള്ള 11 അധ്യായങ്ങളിലെ 10-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ ഖണ്ഡികയിലേക്കാണ് ഇപ്പൊ നമ്മൾ കടക്കുന്നത്. കഴിഞ്ഞ ശേഷം നമ്മൾ കാണുകയുണ്ടായി, നമ്മൾ ദൈവത്തിലാണ്, ദൈവം നമ്മിലാണ് എന്നുള്ള വലിയൊരു അവബോധം ഈ ഒരു സ്റ്റേജില് ദൈവം നൽകുന്ന ഒരു സവിശേഷ ഭൗതിക ദർശനത്തെ കുറിച്ച് മദ്രസ്യ പറയുന്നു. അതിന്റെ ഒരു പ്രായോഗിക ആത്മീയ ചിന്ത മദ്രസ്യ പറയുകയാണ്. ദൈവം തന്നിൽ തന്നെ നമ്മളെ വഹിക്കുന്നു, നമ്മുടെ ഉള്ളിൽ ദൈവം വസിക്കുന്നു. ഈ അവസ്ഥയിലാണ് നമ്മൾ ദിവസത്തിലെ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. എന്ന് മാത്രം നമ്മൾ ദൈവത്തെ ദ്രോഹിക്കുന്നുണ്ട്, അവഗണിക്കുന്നുണ്ട്, വേദനിപ്പിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. നമ്മൾ കുർബാനക്ക് ചെല്ലുന്ന പോലെ എല്ലാ നേരവും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും അർപ്പിക്കാൻ കടപ്പെട്ടവരാണ്. അത് വാസ്തവമാണ്. പക്ഷെ നമ്മൾ എത്ര തുച്ഛമായിട്ട് മാത്രമാണ് അവിടത്തേക്ക് നന്ദി അർപ്പിക്കുക, സ്നേഹിക്കുക, സ്തുതിക്കുക. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം പോലും എത്രയോ പല വിചാരങ്ങളും അശ്രദ്ധയും യാന്ത്രികതയുമായിട്ട് നമ്മൾ നടത്തുന്നത്. അപ്പൊ ഒരിക്കൽ തന്നെ ദൈവത്തോട് സ്നേഹത്തോടെ ഉള്ളിൽ ചേർക്കുന്നില്ലാത്ത അവസ്ഥ നമ്മുടെ ദിവസങ്ങളും വർഷങ്ങളും കടന്നു പോയിരിക്കുന്നു. ഇത് മുഴുവൻ നമ്മൾ ദൈവത്തിൽ വസിച്ചുകൊണ്ട്, ദൈവം നമ്മിൽ വസിച്ചുകൊണ്ടും ആയിരുന്നു. നമ്മളത് അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. പക്ഷെ ദൈവം മുഴുവൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇതെത്രയോ വലിയൊരു ഞടുക്കമുളവാക്കേണ്ട ചിന്തയാണെന്ന് പറഞ്ഞിട്ട് മദ്രസ്യ പറയുകയാണ്. നമ്മൾ ഇത്രയോ വൃത്തക്കേട് കാണിച്ചിട്ട് ദൈവം നമ്മളെ വെറുക്കുന്നില്ല, മാറ്റിവെക്കുന്നില്ല, നമ്മൾ പിണങ്ങുന്നില്ല. പിന്നെയും നമ്മളെ തന്റെ ചങ്കത്ത് വഹിച്ചുകൊണ്ട് പോവുക. ചങ്കത്ത് ചേർത്ത് പിടിച്ചു കൊണ്ടുപോകുന്ന കൊച്ച് അമ്മയ്ക്കിട്ട് കടിക്കുകയും തുപ്പുകയും അടിക്കുകയും മാന്തുകയും തൊഴിക്കുകയും എല്ലാം ചെയ്യുമ്പോഴും ആ കൊച്ചിനെ ചങ്കത്തോട് ചേർത്ത് പിടിച്ച് മുത്തവും കൊടുത്തുകൊണ്ട് മോനെ മോനെ അല്ലെ മോളെ മോളെ എന്ന് പറഞ്ഞ് കൊണ്ടുവെക്കുന്ന ഒരു അമ്മയെ പോലെ നമ്മളെ കൊണ്ടു നടക്കുക. അപ്പൊ നമ്മൾ അറിയുന്നില്ലെന്ന് മാത്രം. ഇതൊരു വലിയ ആത്മീയ ചിന്തയാണ്. ഇത് പറഞ്ഞിട്ട് അമ്മദ്രേശ് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെടും. നമ്മളെപ്പറ്റി ആരെങ്കിലും എന്തെങ്കിലും നിസ്സാരമായിട്ട് പറഞ്ഞത് കേട്ടാലോ നമ്മൾ എന്തോ ഒരു അസ്വസ്ഥയാണ് എടുക്കുക. ആ മനുഷ്യരുടെ നിർഭാഗ്യ അവസ്ഥ. അത്യുന്നതനായ ഈ ദൈവത്തെ അല്പമെങ്കിലും അനുകരിക്കുന്നതിന് പുത്രിമാരെ നമുക്ക് എന്ന് സാധിക്കും? ഉപദ്രവങ്ങൾ സഹിക്കുന്നില്ലെങ്കിൽ മാത്രം അത്രയധികം ചാരിതാർത്ഥത്തിന് വകയില്ലാത്തതിനാൽ സമ്പൂർണ്ണ മനസ്സോടെ സകലവും സഹിക്കുവാനും അവ ഏൽപ്പിക്കുന്നവരെ സ്നേഹിക്കുവാനും നമുക്ക് ശ്രമിക്കാം. സമ്പൂർണ്ണ മനസ്സോടെ നമ്മുടെ ജീവിതത്തിലേക്ക് സകല സഹനങ്ങളെ സഹിക്കുവാനും അവ നമുക്ക് ഏൽപ്പിക്കുന്ന വ്യക്തികളെ സ്നേഹിക്കുവാനും നമുക്ക് ശ്രമിക്കുകയെങ്കിലും ചെയ്യാം. അത് നമ്മുടെ ഒരു മിനിമമാണ്. മദ്രസ്യ പറയുകയാണ്, മഹാപ്രതാപവാനായ ഈ ദൈവത്തെ നാം വളരെയധികം ദ്രോഹിച്ചിട്ടുണ്ടെങ്കിലും അവിടുന്ന് നമ്മെ സ്നേഹിക്കാതിരിക്കുന്നില്ലല്ലോ. തന്നിമിത്തം നാം എല്ലാവരും നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കണമെന്ന് അവിടെ താല്പര്യപ്പെടുന്നത് യുക്തിയുക്തമാണ്. ഈശോ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. അതിനു മുമ്പ് ഈശോ പറഞ്ഞു, പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ സ്നേഹിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം ഈശോയോട് വെളിപ്പെട്ട് കിട്ടി നമുക്കറിയാം. അതാ മദ്രസ്യ അതിന്റെ ആഴപ്പെട്ട കാഴ്ചകൾ പറയുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ സഹോദരങ്ങളുള്ള ബന്ധത്തിന്റെ പെരുമാറ്റത്തിന് വലിയ മാറ്റങ്ങൾ ഉൾക്കാഴ്ചയെടുക്കേണ്ടതായിട്ടുണ്ട്. നാം എല്ലാവരും നമ്മെ ദ്രോഹിക്കുന്നവരോട് ക്ഷമിക്കണമെന്ന് അവിടെ താല്പര്യപ്പെടുന്നു. ഈ ദർശനം വേഗം കടന്നു പോകുമെങ്കിലും പുത്രിമാരെ, ഇത് കർത്താവിന്റെ ഒരു വിശിഷ്ട അനുഗ്രഹമാണെന്ന് ഞാൻ ഉറപ്പു പറയാം. എന്നാൽ ഇതിന്റെ പ്രയോജനം സിദ്ധിക്കണമെങ്കിൽ ഈ ഭാഗ്യം ലഭിക്കുന്നവർ അതിന്റെ ഓർമ്മ സദാ നിലനിർത്തിക്കൊള്ളേണ്ടതാകുന്നു. ഇത് പെട്ടെന്ന് കടന്നു പോകുന്ന ഒരു അനുഭവമാണ് ഈ സവിശേഷമായ ഭൗതിക ദർശനം. അതിന്റെ ഫലമാണ് ഈ പറഞ്ഞ ബോധ്യം. അതിന് പ്രായോഗിക വശം മദ്രസ്യ പോലെ നമുക്ക് പരസ്പരമുള്ള ബന്ധങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ ഒരു ആത്മീയമായ നല്ല ഔന്നത്യമാറുന്ന ജീവിതത്തിലേക്ക് നമ്മൾ വരണം. അപ്പൊ ഇത് ഈ ഒരു ഫലത്തിലേക്ക് എത്തക്ക രീതിയിൽ ഈ ഒരു അനുഭവത്തിന്റെ ഓർമ്മ നമ്മൾ സദാ നിലനിർത്തണം. എങ്കിലേ സാധിക്കുകയുള്ളൂ. നമ്മൾ ഓർമ്മ നിലനിർത്തുക എന്ന് പറയുന്നത് ധ്യാനിക്കാൻ തന്നെ അർത്ഥം. നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകള് നിരന്തരം നമ്മൾ ധ്യാന വിഷയമാക്കിയെങ്കിലേ നമുക്ക് അതനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് പറ്റുകയുള്ളൂ. ഇവിടെ സെമിനാറിലൊക്കെ പഠിക്കുമ്പം അല്ലിപിതാക്കന്മാരെ പറഞ്ഞെന്ന് ഓർമ്മിക്കുന്നുണ്ട്. ഒരു വിശുദ്ധനെ ഉദ്ധരിച്ച പേര് വിട്ടുപോയി. ധ്യാനിക്കുന്നില്ലാത്ത വ്യക്തികളെ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ സാത്താന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, അവർ തന്നെ നരകത്തിൽ വന്ന് എത്തിക്കൊള്ളും. അതേസമയം അനുദിനം വചനം കേട്ടും ധ്യാനിച്ചും വചനം വായിച്ചും ധ്യാനിച്ചും ഉപദേശങ്ങൾ ശ്രദ്ധിച്ചും ധ്യാനിച്ചും അങ്ങനെ നീങ്ങുന്ന വ്യക്തികളെ സാത്താന് വലിച്ചുകൊണ്ടുപോകാൻ എളുപ്പമല്ല.
അപ്പൊ ആ ധ്യാനിച്ച് വചനത്തിന്റെ ആഴം ഉൾക്കൊള്ളണം, വചനത്തിൽ വേരൂന്നി വളരുക എന്ന് പറയുന്നത് അത് തന്നെയാണ്. ഒരു ചെടിയുടെ അടിയിൽ എന്തുമാത്രം അടിവളമായിട്ട് ചാണകമോ എല്ലുപൊടിയോ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതുകൊണ്ട് മാത്രം ചെടി വളരുകയില്ല. അതിലേക്ക് ചെടി തന്നെ വേരുകൾ ഇറക്കി വെള്ളമൊഴിച്ച് കിട്ടുന്നത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ ജലാംശത്തിലൂടെ ആ അടിവളം വലിച്ചെടുത്ത് വേരിലേക്ക് എടുത്ത് തടിയിലേക്ക് കൊടുത്ത് അത് ഇലകളിലേക്ക് വന്ന് അങ്ങനെ ഒരു പ്രക്രിയയിലൂടെ നീങ്ങുമ്പോഴാണ് ചെടി വളരുള്ളൂ. അപ്പൊ അടിയിൽ എന്തുമാത്രം വളമിട്ടാലും വെള്ളവും കിട്ടുന്നില്ല, ചെടിയുടെ വേല അങ്ങോട്ട് ചെല്ലുന്നുമില്ല എങ്കിൽ വളരുകയാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് കിട്ടുന്ന വചനബോധ്യങ്ങൾ, ഇങ്ങനെയുള്ള ആത്മീയ ഉപദേശങ്ങള് നമ്മുടെ സ്മരണയിൽ നിലനിർത്തണം, അതേപറ്റി ചിന്തിക്കണം, ധ്യാനിക്കണം, ഓർമ്മിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൽ നിന്ന് ഫലമെടുത്ത് വളരാനായിട്ട് സാധിക്കുക. അത് മദ്രസ എടുത്തു പറയുകയാണ്. 5-ാമത്തെ ഖണ്ഡിക, അവർണ്യവും ആകസ്മികവുമായ വിധം സംഭവിക്കുന്ന വേറൊരു അനുഭവമുണ്ട്. അതായത് ദൈവം തന്നിൽ തന്നെ ഒരു സത്യത്തെ പ്രകാശിപ്പിക്കുന്നു. അതിന്റെ വെളിച്ചത്തിൽ സൃഷ്ടികളിലുള്ള സകല യാഥാർത്ഥ്യവും തമോമയമായി തീരുന്നുവെന്ന് തോന്നിപ്പോകുന്നു. വഞ്ചിക്കാൻ കഴിവില്ലാത്ത സത്യം താൻ മാത്രമാണെന്ന് സുസ്പഷ്ടം അവിടുന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. അപ്പൊ മറ്റൊരു വളരെ വിശേഷമാർന്ന, വളരെ സൂക്ഷ്മമായ അനുഭവം ഈ ഒരു ഘട്ടത്തിൽ 6-ാം സദനത്തില് ദൈവം നൽകാറുള്ളതും ഇങ്ങനെയാണ്. പെട്ടെന്ന് നമ്മുടെ ഉള്ളില് ഒരു പ്രത്യേക പ്രകാശം വന്നിട്ട് ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ സത്യത്തെക്കുറിച്ച് വ്യക്തത, ഒരു പുതിയ മേഖലയെക്കുറിച്ച് കിട്ടുകയാണ്. അതായത് ദൈവം തന്നെ ഒരു സത്യത്തെ പ്രകാശിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ വെളിച്ചത്തിൽ സൃഷ്ടികളിലുള്ള സകല യാഥാർത്ഥ്യവും തമോമയമായി തീർന്നു തോന്നിപ്പോകും. ദൈവത്തെ അറിയുമ്പോഴാണ് ദൈവമല്ലാത്തവയുടെ ഇരുട്ടും നിസാരതയും ഇല്ലായ്മയും തിരിച്ചറിയുന്നത്. ഒരു പുസ്തകം പറയുന്നത്, ഒരിക്കൽ ലാഭമായിട്ട് കരുതി പല കാര്യങ്ങൾ നേട്ടമായിട്ട് കൊണ്ടുനടന്നു, അതിന് പുറകെ ഓടി. പക്ഷെ ഇപ്പം യേശുക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പം അതെല്ലാം ഉച്ഛിഷ്ടം പോലെയായി, അതെല്ലാം നഷ്ടമായി കണക്കാക്കുകയാണ്. എന്നിട്ട് ഈ ഈശോ സ്വന്തമാക്കണം. അപ്പൊ അങ്ങനെയുള്ള വെളിച്ചം കിട്ടുക. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് നിത്യജീവൻ നമുക്ക് നൽകുന്നതെന്ന് യോഹന്നാൻ പറയുമ്പോഴും 17:3 അത് ഇത് തന്നെയാണ്. സത്യത്തെ അറിയുമ്പം നമുക്ക് അസത്യമായതെല്ലാം നമുക്ക് അറപ്പുളവാക്കുന്നതായി, വില കെട്ടതായിട്ട് അനുഭവപ്പെടും. അതാണ് ബാക്കിയെല്ലാം തമോമയമായി തീരുന്നത് ബോധ്യം കിട്ടുകയാണ്. വഞ്ചിക്കാൻ കഴിവില്ലാത്ത സത്യം താൻ മാത്രമാണ്, ദൈവം മാത്രമാണ്, ഒരു വഞ്ചനയില്ല സത്യം. അത് സുസ്പഷ്ടം അവിടുന്ന് ബോധ്യപ്പെടുത്തുകയും ചെയ്യും. സകല മനുഷ്യരും വഞ്ചകരാണ് എന്ന് ദാവീദ് ഒരു സങ്കീർത്തനത്തിൽ 115:11 പറയുന്നത് അപ്പോൾ വിശദമാകും. എന്തുമാത്രം നന്മയില്ലായ്മയും തിന്മയുമാണ്, വ്യർത്ഥതയാണ്, മായയാണ്, സ്ഥിരതയില്ലായ്മയാണ് ചുറ്റും ലോകത്തിലും വ്യക്തികളിൽ പോലും ഉള്ളത്. വ്യക്തികളുടെ സ്നേഹത്തിലും പെരുമാറ്റത്തിലും കാര്യങ്ങളിലും നല്ല വാക്കുകളിലും പോലും എന്തുമാത്രം കഴിവില്ലായ്മയാണ്. ഇതെല്ലാം നമുക്ക് തിരിച്ചറിവ് കിട്ടുകയാണ്. ദാവീദിനെ കുറിച്ച് പറയുകയാണ്, മുമ്പ് ആ വാക്യം പല പ്രാവശ്യം കേട്ടിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരർത്ഥം ഒരിക്കലും ഗ്രഹിച്ചിരിക്കുകയില്ല. പക്ഷെ അഭംഗമായ സത്യമാണത്. അപ്പം ഓരോ വചനത്തിന്റെ ആഴം നമ്മൾ 1 വായിച്ചു, 2 വായിച്ചു, നേരത്തെ പ്രാവശ്യം വായിച്ചു, അതുകൊണ്ട് മാത്രം ആഴം മുഴുവൻ തീരുകയില്ല. നമ്മൾ പ്രാവശ്യം കേട്ട വചനമാണെങ്കിൽ പോലും പരിശുദ്ധന്മാർ വെളിച്ചം കിട്ടുമ്പോൾ അതിന്റെ ആഴത്തിലേക്ക് വീണ്ടും നമുക്ക് നോട്ടം കിട്ടുള്ളൂ. മദ്രസ പറയുകയാണ്, മുമ്പ് നേരത്തെ പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണെങ്കിലും ഇങ്ങനെ ഒരു വെളിച്ചം ദൈവം പ്രകാശിപ്പിച്ച് തന്നു കഴിയുമ്പോഴാണ് ആ ഒരു വചനത്തിന്റെ ആഴം നല്ലപോലെ മനസ്സിലാവുക. നമ്മുടെ കർത്താവിനോട് അനേകം ചോദ്യങ്ങൾ ചോദിച്ച പീലാത്തോസിന്റെ കാര്യം ഞാൻ ഓർത്തു പോകുന്നു. സത്യം എന്താവുന്നു? യോഹന്നാൻ 18:38 എന്നല്ലേ അത് അവിടെ ചോദിച്ചത്. ആ പരമസത്യത്തെക്കുറിച്ച് എത്ര അല്പമാത്രം ഇവിടെ നാം അറിയുന്നു എന്ന് ഞാൻ പര്യാലോചിക്കുകയാണ്. സത്യം എന്താണ് എന്ന് പീലാത്തോസ് സത്യം തന്നെയായ ഈശോയോട് നേരെ മുമ്പിൽ നിന്ന് മുഖാമുഖം നോക്കിക്കൊണ്ട് ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ പീലാത്തോസിന് എന്തോ ഒരു വലിയ ഭാഗ്യപ്പെട്ട അവസരമായിരുന്നു മുമ്പിൽ കിട്ടിയത്. ആ ഈശോയെ തനിച്ച് എത്ര ദിവസം വേണേ പീലാത്തോസിന് തന്റെ അരമനെ പാർപ്പിക്കാൻ പറ്റുമായിരുന്നു. അങ്ങനെ പാർപ്പിച്ചിട്ട് സംസാരിക്കാൻ പറ്റുമായിരുന്നു, സത്യത്തിൽ ചോദിക്കാമായിരുന്നു, സത്യത്തിൽ കേൾക്കാമായിരുന്നു, അറിയാനുള്ള അവസരം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അത് എടുക്കാൻ പറ്റുന്നില്ല, സാധിക്കുന്നില്ല. എന്താണ് സത്യം ചോദിച്ചിട്ട് ഉത്തരത്തിൽ നിൽക്കാതെ പീലാത്തോസ് കടന്നു പോവുകയാണ് മറ്റു കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട്. പത്രം അടുത്ത് സത്യം തന്നെയായി ഈശോയെ കിട്ടിയിട്ട് ഉപകാരം ഉണ്ടാകാതെ പോയൊരു മനുഷ്യൻ അത് നമ്മത്തെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അവസ്ഥ ഏതാണ് ഇങ്ങനെ തന്നെയാണ്. നാം എത്ര അല്പം മാത്രമാണ് ഈ പരമസത്യത്തെ അറിയുന്നത്.
ഓരോ ദിവസവും നമ്മൾ ഈശോയെ സ്വീകരിക്കുന്നുണ്ട്, ദിവികാനുസരിച്ച് ഇരിക്കുന്നുണ്ട്, ആ സാന്നിധ്യം പലത് അനുഭവിക്കുന്നുണ്ട്, അവിടുത്തെ വചനവും സമർത്ഥമായിട്ട് വായിക്കാൻ കയ്യിലുണ്ട്. എങ്കിൽ പോലും ഈ സത്യം എന്താണെന്ന് നമ്മൾ പലപ്പോഴും നിസ്സാരമായിട്ട് അറിയുന്നുള്ളൂ. അങ്ങനെ ഒരു നമ്മുടെ ബുദ്ധിയൊക്കെ മനസ്സിൽ മന്ദിച്ചിരിക്കുന്നു, ഒരുപാട് വ്യഗ്രതകൾ നമ്മുടെ മനസ്സ് കലയിക്കിടക്കുന്നു. അങ്ങനെയൊക്കെയുണ്ട്. ഹൃദയത്തിൽ ഒത്തിരി ഭാരങ്ങളും മറ്റ് സ്നേഹങ്ങളും സ്വാർത്ഥന്റെ കയറികൾ ഇതെല്ലാം ഉള്ളതുകൊണ്ട് നമുക്ക് ഈ സത്യം തൊട്ടടുത്ത് നിന്നിട്ട് തിരിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള അവസ്ഥ ഒന്ന് മറികടക്കാൻ ഈ ആറാം സദനത്തിന്റെ തലത്തില് ദൈവം ചിലപ്പോൾ പ്രത്യേകമായ ഒരു സ്പർശനം തരും, ഒരു വലിയ പ്രകാശിപ്പിക്കലിന്റെ അനുഭവം. അപ്പോഴാണ് അതുവരെ മനസ്സിലാക്കാതിരുന്ന വചനത്തിന്റെ ആഴങ്ങൾ തിരിച്ചറിയാൻ പറ്റുക. ചിലപ്പോൾ നമ്മൾ ധ്യാനങ്ങളൊക്കെ സംബന്ധിക്കുമ്പം അതുവരെ പലപ്പോഴും അറിയാമെന്ന് വിചാരിച്ച വചനങ്ങളൊക്കെ ആണെങ്കിൽ പോലും അവിടെ വ്യാഖ്യാനിച്ച് ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് അവതരിപ്പിച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അർത്ഥം ഇതിനകത്തുണ്ടല്ലോ. ഈശോയ്ക്ക് പറഞ്ഞിട്ട് നിങ്ങൾ എപ്രകാരമാണ് കേൾക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒത്തിരി കേൾക്കുന്നുണ്ട്, കേട്ടിട്ട് അവർ ഗ്രഹിക്കുന്നില്ല എന്ന് ഈശോ പറഞ്ഞ് നമുക്കറിയാം. നമ്മൾ എന്തുമാത്രം കേൾക്കുന്നു എന്നുള്ളതല്ല, എന്തുമാത്രം ഗ്രഹിക്കുന്നുണ്ട്. ആ വചനത്തിലൂടെ ദൈവം നൽകുന്ന പ്രബോധനം, വെളിപ്പെടുത്തല്, നമുക്കുള്ള മുന്നറിയിപ്പുകള്, സത്യം വെളിപ്പെടുത്തുന്നത് എന്തുമാത്രം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതിനെ ആശ്രയിച്ച് നമ്മൾ വളരുള്ളൂ. അല്ലാത്തത് ഈശോ പറയുന്നു, കണ്ടിട്ട് അവർ കാണുന്നില്ല, കേട്ടിട്ട് അവർ ഗ്രഹിക്കുന്നില്ല, ഹൃദയം മരവിച്ചിരിക്കുന്ന എനിക്ക് അവർ മനസ്സന്തരപ്പെടുന്നില്ല, സൗഹൃദം പറ്റുന്നുമില്ല എന്ന് പറയുന്നൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ മറികടന്നു പോകാനുള്ള സഹായം ഈ ഒരു സ്റ്റേജില് നല്ല ദൈവം പ്രത്യേകമായിട്ട് തരുന്നുവെന്ന് മദ്രസ പറയുകയാണ്. ഈ പ്രത്യേകമായ ഒരു സത്യത്തെ പ്രകാശിപ്പിക്കുന്ന അനുഭവത്തിലൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് യേശു മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.